ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ സ്വയം തന്നിലേക്ക് ഏകാഗ്രമാക്കുന്നു. മസ്തകത്തിൽ തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രത്തെ കാണുന്നു. ദിവ്യചേതനയായ ഞാൻ ഒരു ശക്തിപുഞ്ചമാണ്, അലൗകിക പ്രകാശമാണ്, അജർ അമർ അവിനാശി ആത്മാവാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഞാൻ ആത്മാവിൻ്റെ സൂക്ഷ്മശക്തിയാണ്. ഞാൻ ആത്മാ സങ്കല്പങ്ങളെ രചിക്കുന്നു, നിർണയം ചെയ്യുന്നു. സങ്കല്പശക്തി, നിർണയശക്തി, സംസ്കാരം, ഈ മൂന്നും എൻ്റെ അധികാരത്തിലാണ്. ഞാൻ ആത്മാ രാജാവാണ്. ആത്മിക സ്മൃതിയിൽ ദേഹബോധവും വ്യക്തഭാവവും പൂർണ്ണമായും സമാപ്തമാകുന്നു. ഞാനിപ്പോൾ ആത്മാഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ബുദ്ധിരൂപി നേത്രം ഞാൻ എൻ്റെ ആത്മിക സ്വരൂപത്തിൽ ഏകാഗ്രമാക്കിയിരിക്കുന്നു. എനിക്കു ചുറ്റും ഗോൾഡൻ പ്രകാശത്തിൻ്റെ ആഭാമണ്ഡലമാണ്. ഞാൻ എത്രത്തോളം എൻ്റെ മനസ്സും ബുദ്ധിയും എൻ്റെ സത്യസ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നുവോ അത്രയും എൻ്റെ ആഭാമണ്ഡലം സ്പഷ്ടമാകുന്നു. ദിവ്യപ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഞാൻ സ്വയം തന്നെ സ്പഷ്ടമായി കാണുന്നു. എൻ്റെ തനതായ സർവഗുണങ്ങളെല്ലാം സ്വതവേ ഇമർജാകുന്നു. ശാന്തി, ശക്തി, പവിത്രത, ജ്ഞാനം, സുഖം, പ്രേമം, ആനന്ദം എല്ലാറ്റിൻ്റെയും അനുഭൂതി എന്നിലുണരുന്നു. ഞാൻ ഭർപൂറായി അനുഭവം ചെയ്യുന്നു. എൻ്റെ അനാദി ഗുണങ്ങളും ശക്തികളും പ്രകടമാകുന്നു. എൻ്റെ നാച്ചുറൽ ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭൂതി ഉണ്ടാകുന്നു. നടക്കുമ്പോഴും തിരിയുമ്പോഴും എൻ്റെ സത്യയോഗി ദേവതാ സ്വരൂപ സമാനം നിരന്തരം ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ആരെ കാണുന്നുവോ ഓരോരുത്തരുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയെ കാണുന്നു. ആത്മാ സഹോദരന്റെ രൂപത്തിൽ കാണുന്നു. ഇപ്പോൾ കേവലം ആത്മബോധം, ആത്മിക ദൃഷ്ടി, ആത്മിക ഭാവന, നിരന്തരം ആത്മാഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതമാകുന്നു. സ്വയം ഞാൻ ചെക്ക് ചെയ്യുന്നു. ഞാൻ എത്ര സമയം ബാബയെ ഓർമ്മിക്കുന്നു, എത്ര സമയം ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കുന്നു. ഭാഗ്യശാലി കുട്ടികൾ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് ദേഹി അഭിമാനിയായിരിക്കുന്നു. ഇതാണ് ഉയർന്ന ലക്ഷ്യം. ബാബ എന്നെ വിശാല ബുദ്ധിയുള്ളതാക്കി മാറ്റുന്നു. ഞാൻ 84 ജന്മങ്ങൾ എടുത്തിരിക്കുന്നു.
ജന്മജന്മങ്ങളായി ലൗകിക അച്ഛനെ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ പാരലൗകിക അച്ഛനെ ഓർമ്മിക്കണം. നിരന്തരം ഞാൻ ആത്മാവാണെന്ന സ്മൃതി ഉണർത്തുന്നു. ഞാൻ ശാന്തിധാമ നിവാസിയാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് വികർമ്മങ്ങൾ വിനാശമാക്കുന്നു. ദേഹി അഭിമാനിയായി ഞാൻ ജ്ഞാനത്തെ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന ഓർമ്മയിൽ അപാര സന്തോഷത്തിലിരിക്കുന്നു. എനിക്ക് ബാബയെ ഓർമ്മിച്ച് 21 കുലത്തിലേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നു. ഈ അന്തിമ ജന്മത്തിൽ ഞാൻ ബാബയെയും സൃഷ്ടി ചക്രത്തെയും അറിയുന്നു. ഞാൻ ആത്മാവ് സതോ പ്രധാനമാകാനുള്ള പരിശ്രമത്തിലാണ്. ജിന്നായി മാറി ഓർമ്മയുടെ യാത്ര ചെയ്യുന്നു. ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് മായയുടെ കൊടുങ്കാറ്റിനെ അകറ്റുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും സാധനയെ തൻ്റെ ആധാരമാക്കുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കൂ. സാധനങ്ങളുടെ ആധാരത്തിൽ സാധന മണലിനു മുകളിൽ പണിത കെട്ടിടം പോലെയാണ്. വിനാശി സാധനങ്ങളുടെ ആധാരത്തിൽ അവിനാശി സാധന ചെയ്യരുത്. ബാബയ്ക്ക് മഹത്വം നൽകുകയാണെങ്കിൽ സാധന സിദ്ധി നേടിത്തരും. ഏതെങ്കിലും ദുർബലതയുടെ അംശമുണ്ടെങ്കിൽ വംശം ജന്മമെടുക്കും, പരവശമാകും. ഓം ശാന്തി.